എസ്കെൻ ഈ നുണപ്രചാരണവുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടല്ലോ. അപ്പോൾ ഈ പ്രതിപക്ഷ നേതാവിനെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് അദ്ദേഹം നുണ പ്രചരിപ്പിക്കുന്നു എന്നുള്ള ആരോപണം അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്? ഇപ്പോൾ ഹാഷ്മി പറഞ്ഞതുപോലെ നുണേശൻ എന്ന് പറഞ്ഞ പേരിൽ ഒരു സൈബർ പേജ് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് റിപ്പോർട്ട് ചെയ്ത് പൂട്ടിക്കുന്നു. അങ്ങനെ ആ പേജ് 3 തവണ, ഇതിപ്പോൾ 3ാമത്തെ തവണയാണ് ഇപ്പോഴും ആ പേജ് ഉള്ളത്. പക്ഷേ ഈ പേജ് തുടങ്ങാനും അല്ലെങ്കിൽ ഒരാളെ വെറുതെ അങ്ങ് പറയില്ലല്ലോ, ഇയാൾ ദാ നുണ പറയുന്നു വെറുതെ അങ്ങ് പറയില്ലല്ലോ. അങ്ങനെ പറയാൻ ഇടയാക്കിയ ഒരുപാട് സംഭവങ്ങൾ കൂടി നമ്മുടെ മുന്നിലുണ്ട്. ഏറ്റവും ഒടുവിലെ ചില ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ മാത്രം മന്ത്രി വി ശിവൻകുട്ടിക്ക് നേരെ ഇവനൊക്കെ മന്ത്രിയായിരിക്കാൻ എന്താണ് യോഗ്യത എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ചാണ് ചോദിക്കുന്നത്. പക്ഷേ തൊട്ടടുത്ത ദിവസങ്ങളിൽ അതിൽ നിന്ന് നേരെ ട്വിസ്റ്റ് ചെയ്ത് ഇവൻ എന്ന് ഞാൻ വിളിച്ചിട്ടേ ഇല്ല എന്ന് പറയുകയാണ്. പക്ഷേ ഇവൻ എന്ന് വിളിച്ചത് കൃത്യമായി മാധ്യമങ്ങളുടെ മുന്നിലുണ്ട്. അത് ഒന്നാമത്തെ സംഭവം. രണ്ടാമത് ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ ഞാൻ വിളക്ക് കൊളുത്തിയിട്ടേ ഇല്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വിളക്ക് കൊളുത്തി കുമ്പിട്ട് നിൽക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ ചിത്രം നമുക്ക് മുന്നിലുണ്ട്. ഒപ്പം തന്നെ കെ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നല്ലോ. കണ്ണൂരുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു വൈകാരിക പോസ്റ്റ് ഇടുമ്പോൾ ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട് സുധാകരനെ വിളിച്ച് ഞാൻ സംസാരിച്ചു. സുധാകരൻ അങ്ങനെ ഒരു പോസ്റ്റേ ഇട്ടിട്ടില്ല എന്ന് വി ഡി സതീശൻ പറഞ്ഞു. പക്ഷേ തൊട്ടടുത്ത ദിവസം സുധാകരൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് അത് എന്റെ ഫേസ്ബുക്ക് പേജാണ്, ഞാൻ തന്നെ ഇട്ട പോസ്റ്റാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഭരണപക്ഷത്ത് നിന്നും ഒരാൾക്കെതിരെ വെറുതെ ഇങ്ങനെ ആരോപണം ഉണ്ടാകുന്നതല്ല. അങ്ങനെ ഒരു പ്രചാരണം ഉണ്ടെങ്കിൽ ആ പ്രചാരണമുണ്ട്. എണ്ണി പറഞ്ഞ ഇതിലൊക്കെ ഓരോരോ രാഷ്ട്രീയമുണ്ട്. ഈ പറയുന്ന അതിനുശേഷം കലോത്സവത്തിന് വീശുംകൂട്ടി പ്രതിപക്ഷതാവും കാണുകയും അവർ തമ്മിൽ വളരെ സൗഹാർദ്ദ ഞാൻ നേർക്കുനേർ കണ്ടതാണ്. ഞാൻ ഈ പറഞ്ഞ വെബ്സൈറ്റിൽ കയറി നോക്കി. അതിൽ ഏറ്റവും ഒടുവിൽ ഞാൻ കയറി നോക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ വന്നൊരു കാർഡ് എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന കൂട്ടത്തിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടില്ല എന്ന മട്ടിലാണ്. എന്താണ് സത്യവാങ്മൂലം സമർപ്പിക്കാൻ, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിയില്ല. എസ്കെൻ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായതാണ്. സത്യവാങ്മൂലം ഉണ്ടായിരുന്നു, അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ LDF ചൂണ്ടിക്കാട്ടി. ഒന്നാമത്തെ പ്രശ്നം എന്തായിരുന്നു? എസ്കെൻ ഈ പ്രതിപക്ഷ നേതാവ് വക്കീൽ എന്നുള്ള നിലയ്ക്കുള്ള വരുമാനം കാണിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട് ഞാൻ വക്കീലായി 13 വർഷമായി എനിക്ക് വക്കീൽ എന്നുള്ള വരുമാനം അവിടെ ഇല്ല. രണ്ടാമത്തെ കാര്യം, പ്രതിപക്ഷ നേതാവിന്റെ കയ്യിലുള്ള സ്വർണം അതിന്റെ മൂല്യം കുറച്ച് കാണിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് 147 പവൻ എന്തോ സ്വർണ്ണമുണ്ട്. പ്രതിപക്ഷ നേതാവ് പറയുന്നു ഇത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്, അല്ലെ ഇത് മൂവബിൾ പ്രോപ്പർട്ടിയാണ്, അതിന്റെ ആ സമയത്തെ മൂല്യമാണ് കാണിച്ചത് എന്ന് പറയുന്നുണ്ട്. പിന്നെ മൂന്നാമത് അങ്ങനെ പിന്നെ പ്രതിപക്ഷ നേതാവ് സഞ്ചരിക്കുന്ന വണ്ടിക്കകത്ത് എന്താണ് അതിന്റെ പെനാൽറ്റി പെറ്റി അടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ വണ്ടി ടൂറിസത്തിന്റെ വണ്ടിയാണ്, എനിക്ക് കിട്ടിയത് പഴയ വണ്ടിയാണ്, എൻ്റെ കയ്യിൽ കിട്ടിയതിനു ശേഷം ഇല്ല എന്ന് പറയുകയും ഇന്നലെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുകയും അതിൽ LDFന് തൃപ്തിയില്ല, അവർ കോടതിയിലേക്ക് പോവുകയും ചെയ്യാണ്. അതിങ്ങനെ ഒരു നുണയാവുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട നുണയായി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് രാഷ്ട്രീയ പോരെ വാക്കിനപ്പുറം നമ്മുടെ വികസന കാര്യത്തിൽ നിൽക്കുന്ന നുണ എന്നുണ്ടല്ലോ. അതിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട നുണയായി പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 18 മാസത്തെ പെൻഷൻ മുടങ്ങിയെന്ന് സർക്കാർ പറയുന്നുണ്ട്. അങ്ങനെയല്ല, 3 മാസത്തെ പെൻഷൻ മാത്രമേ മുടങ്ങിയിട്ടുള്ളൂ എന്ന് പ്രതിപക്ഷം പറയുന്നു. അത് നുണയാണെന്ന് പറയുകയാണ്. അതെങ്ങനെയാണ് നുണയാവുക? ഈ പറയുന്ന അന്ന് M സ്വരാജിന്റെ ചോദ്യത്തിന് TM തോമസ് ഐസക് കൊടുത്ത മറുപടി സഭാരേഖയാണ്. അതെങ്ങനെയാണ് നുണയാവുക? ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അസിത പറഞ്ഞ വാക്കുകളുടെ ഈ കാര്യങ്ങളുണ്ടല്ലോ, അതിലപ്പുറം കാതലായി നമ്മളെ നേർക്കുനേർ ബാധിക്കുന്ന വികസന വിഷയങ്ങളിൽ നുണ എന്ന് പറയുന്നതിനെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ മൊത്തത്തിൽ ഇതൊരു പ്രൊപ്പഗണ്ട ആകുമ്പോഴേക്കും മൊത്തത്തിൽ ഇതൊരു പ്ലാൻ ആകുമ്പോഴേക്കും ഉണ്ടാകുന്ന സംഭവമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.